എൻ്റെ മോള് ഫുട്ബോൾ പ്ലെയറാണ്. പത്തനംതിട്ട ജില്ലയുടെ സ്റ്റേറ്റ് പ്ലെയറാണ്. റഗ്ബിയുടെ സ്റ്റേറ്റ് പ്ലെയറാണ്. നാഷണൽ സെലക്ഷൻ കിട്ടിയ കുട്ടിയാണ്. ഒരു പട്ടാളക്കാരനായ ഈ കിരൺകുമാർ ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടൻ ഒരു വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. സ്റ്റേജിൽ പാടിയ പെൺകുട്ടിയെ ഈ ക്ലബിൻ്റെ ഒരു ഭാരവാഹി മുണ്ടൊക്കെ മടക്കി കുത്തി സ്റ്റേജിൽ കയറി ആ പെൺകുട്ടിയെ കൊണ്ട് എന്തിനാണ് പാട്ട് പാടിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗാനമേള സംഘത്തോട് ചൂടാവുകയും ആ പെൺകുട്ടിയെ അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിവരമായിരുന്നു ആ വാർത്തയിലുണ്ടായിരുന്നത്. അത് പറക്കോട് നടന്ന ഒരു സംഭവമാണ്. പറക്കോടുള്ള നവഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹിയായുള്ള കിരൺകുമാർ ആയിരുന്നു അത്. ഇയാൾ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഇയാൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയത് ഒട്ടും ശരിയായില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇയാൾ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. ഇയാളുടെ ഒരു പ്രതികരണം എടുക്കാൻ മറുനാടൻ പലവട്ടം ഈ കിരൺകുമാറിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. ഇയാൾ കോള് കട്ട് ചെയ്യുകയും പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. 2-3 ദിവസമായി ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കട്ട് ചെയ്തിട്ട് പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ പതിവ്. ഞങ്ങൾ ഈ പെൺകുട്ടിയുടെ അപമാനിതയായ പെൺകുട്ടിയുടെ മാതാവുമായി സംസാരിച്ചു. മാതാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കിരൺകുമാറും ഈ പെൺകുട്ടിയുടെ മാതാവും ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ കിരൺകുമാർ പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ ആ സ്റ്റേജിനടുത്തേക്ക് ഓടി വരുന്നത് കാണാം. അത് ആ പെൺകുട്ടിയുടെ അമ്മയാണ്. പെൺകുട്ടിയുടെ അമ്മ അവിടെ എത്തി പറയുന്നുണ്ട്, കിരണെ എൻ്റെ മകളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇയാൾ മൈക്കിലൂടെ തന്നെ ഈ പെൺകുട്ടിയെ അപമാനിക്കുകയായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയുടെ അമ്മ കിരൺകുമാറിനെ ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയച്ചിട്ട്, എന്തിനാണ് എൻ്റെ മകളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? എൻ്റെ മകള് പത്തനംതിട്ട ജില്ലാ സ്കൂൾ ടീമിലെ ഫുട്ബോൾ പ്ലെയറാണ്. ഇനി നാഷണൽ ലെവലിലേക്കൊക്കെ കളിക്കുവാനായി പോകുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുകയാണ്. സ്പോർട്സിലൊക്കെ പ്രഗത്ഭയാണ്. ആ കുഞ്ഞിനോട് എന്തിനാണ് ഇത്തരത്തിൽ താങ്കൾ പെരുമാറിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് മദ്യപിച്ചത് കൊണ്ടാണ് എന്നുള്ളൊരു മറുപടി മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഈ പെൺകുട്ടിയോട് ക്ഷമ പറയാനോ ഒന്നും അയാൾ തയ്യാറായില്ല. പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ പോലും ഇയാൾ ചെയ്തത് തെറ്റാണ് എന്ന് തോന്നിയില്ലാത്ത രീതിയിലാണ് ഇവരോട് സംസാരിച്ചത് പോലും. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഉയരുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. മോള് ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. ഇത് എന്താ സംഭവിച്ചതെന്ന് സംഭവിച്ചെന്തോ, അവളവിടെ കയറി പാട്ട് പാടി. അന്നേരം നമ്മളിവിടെ വന്ന് താമസിക്കുന്നൊന്നും ആർക്കും അറിയത്തില്ല. അന്നേരം ഈ പറയുന്ന ആളിനെ നമ്മളിവിടെ താമസം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. നിങ്ങളിവിടെ വീട് വെച്ച് താമസിക്കോ അതോ? നമ്മളിപ്പോ ഇവിടെ വാടകയ്ക്കാണ് നിലവിൽ താമസിക്കുന്നത്. ഞങ്ങളിവിടെ തൊട്ടപ്പുറത്ത്, ഞങ്ങളിപ്പോ താമസിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ വീട് പണിതുകൊണ്ടിരിക്കുക. ഏതാണ്ട് അവസാന ഫിനിഷിങ്ങിലോട്ട് എത്തി നിൽക്കുക. ഇനി കുറച്ച് പണിയുണ്ട്. നല്ല തറയിട്ട് ജനലൊക്കെ ഇട്ട് അങ്ങനെയുള്ള കുറച്ച് പണിയുണ്ട്. ഏകദേശം ഒരേ നാട്ടുകാരൊക്കെയാ. പക്ഷെ ഇവർക്കാർക്കും അറിയത്തില്ല ഞങ്ങളിവിടെ താമസം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അത് ഇങ്ങനെ നമ്മളും വിചാരിച്ചില്ലല്ലോ, നമ്മളിതൊന്നും വിചാരിക്കുന്നില്ലല്ലോ. അവള് പാടുന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടുത്തെ വന്ന ആളിന്റെ അടുത്ത് പറഞ്ഞൊരു ചാൻസ് കൊടുക്കുമെന്ന് ചോദിച്ചു കയറി പാടി. അത് അത്രേ ഉള്ളൂ. ആ സ്റ്റേജിലോട്ട് ഓടി എത്തുന്ന ജലജയായിരുന്നു ആ സമയത്ത്? അതെ അതെ അതെ. ആ ഫ്രണ്ടില് അല്ലേ? അതെ അതെ. ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്റെ മോളാ കിരണെ ഒന്ന് നോക്ക്, എന്റെ മോളാ അത്. കാരണം ഞങ്ങള് ഫേസ്ബുക്ക് ഫ്രണ്ടും ഒക്കെ ആയിരുന്നു. കിരണമായിട്ട് സംസാരിക്കത്തില്ല. നമ്മൾ ആളെ അറിയാവുന്നവര് നമ്മൾ റിക്വസ്റ്റ് അയച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഫ്രണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോഴത്തേന് എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹസ്ബൻഡിന് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് പിറ്റേന്ന് രാവിലെ ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു, കിരണിന് ഒരു മോളുള്ളത്. കിരണ് കാണിച്ച് ശരിയായില്ല. എന്തായാലും ആ മോളുണ്ടെന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞ് ഞാനങ്ങ് വെച്ചു. പിന്നെ മെസ്സേജ് ഇട്ടിട്ട് ഞാനങ്ങ് പിന്നെ ഒന്നും സംസാരിക്കാൻ എടുക്കാനേ പോയില്ല. പിന്നെ എന്നിട്ട് എനിക്ക് മനസ്സമാധാനം ഇല്ലാഞ്ഞിട്ട്, ഞാൻ അറിയുന്നൊന്നുമില്ല. എന്നാൽ ഇത് ഫേസ്ബുക്കിൽ ഇട്ടെന്നോ ഇത്രയും വാർത്തയായെന്നോ ഒന്നും അറിയുന്നില്ല. സംസാരിച്ചിട്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ലാത്തത്. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മോള് ഫുട്ബോൾ പ്ലെയറാണ്. പത്തനംതിട്ട ജില്ലയുടെ സ്റ്റേറ്റ് പ്ലെയറാണ്. റഗ്ബിയുടെ സ്റ്റേറ്റ് പ്ലെയറാണ്. നാഷണൽ സെലക്ഷൻ കിട്ടിയ കുട്ടിയാണ്. ഏജ് വ്യത്യാസത്തിന്റെ പേരിൽ ഇവളങ്ങ് ഔട്ടായിരുന്നു. ഏജിന്റെ പ്രശ്നത്തിൽ ഔട്ടായെന്ന് പറഞ്ഞോടെ എന്തോ ഒരു പേപ്പർ കൊടുക്കുമ്പോൾ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു നാഷണൽ കളിക്കാൻ. അങ്ങനെയും പറഞ്ഞ് അങ്ങനെ ഒരാളെ
അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ക്ലബിൽ ഉണ്ടായിരുന്നെങ്കിലെങ്കിലും വേണമല്ലോ. എന്നിട്ട് പോലും അവർക്കൊരു അംഗീകാരം കൊടുക്കാൻ നിങ്ങൾ അത് പോട്ടെ, അതൊന്നും ഞങ്ങൾ ശ്രമിച്ചോളാം. അറിയാൻ വയ്യ, നമുക്ക് അതിന്റെ ഒന്നും വേണ്ട. അതിന്റെ തലേ ദിവസം കുറച്ച് ദിവസം മുന്നേ ഇവിടെ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഈ ക്ലബിൽ ചേരുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇവിടെ തുറന്നിട്ടില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉദ്ഘാടനമുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഉദ്ഘാടനം വന്ന എന്തോ ഉദ്ഘാടനമാണോ എന്തുവാന്ന് ഈ പ്രോഗ്രാം ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഉണ്ട്. അതിനുശേഷം വന്നാൽ മതി എന്നെങ്ങാണ്ട് പറഞ്ഞ് അവളെ വിട്ടു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ പരിപാടി കാണാൻ പോയപ്പോ ഞാൻ ഇതിന്റെ പരിപാടിയെ കണ്ടു പറഞ്ഞു, മൂക്ക് ക്ലബിൽ ചേരണം. അതെ, അതിന് എങ്ങനെ ക്ലബിൽ ചേരാൻ എങ്ങനെയാന്നൊക്കെ. അന്നേരം പറഞ്ഞു ഇന്ന് ചേരാൻ പറ്റത്തില്ലല്ലോ, ഇനി ചേരണോ? ഇന്ന് ചേരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് തിരക്ക് കഴിയുമ്പോൾ നമുക്ക് ചേർക്കാമെന്ന് പറഞ്ഞ് അവള് അന്നേരം ഞങ്ങൾ എന്നിട്ട് പോയി ആ പരിപാടി കാണാനിരുന്നത്. ഞങ്ങൾ ഇത്രയാ സംഭവിച്ചത്. സത്യം അവള് ബോൾഡായിട്ടുള്ളൊരു കുട്ടി, അവൾക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അവള് നല്ലപോലെ പഠിക്കും, ഫുൾ A+ ഉണ്ടായിരുന്നു. പിന്നെ സ്പോർട്സിനകത്തുണ്ട്, ആർട്സിനുണ്ട്, എല്ലാത്തിനകത്തും മിടിക്കുക. അവള് റഗ്ബിയുടെ സ്റ്റേറ്റ് പ്ലെയറാ. പിന്നെ ഫുട്ബോളിന്റെ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ പിള്ളേർ. എന്തായാലും ഒരു പട്ടാളക്കാരനായ ഈ കിരൺകുമാർ ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, പറക്കോട് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇയാൾ ഈ പെൺകുട്ടിയോട് പെരുമാറിയത് എന്ന് ചോദിക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടും ഇദ്ദേഹം ഫോൺ എടുത്തില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് കൊടുക്കാൻ കഴിയാത്തത്. എന്തു തന്നെയായാലും ഇയാൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പെൺകുട്ടിക്ക് ഒരുപാട് സപ്പോർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അവിടെ ഗാനമേള അവതരിപ്പിച്ച നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് എന്ന ഗാനമേള സംഘം വരും ദിവസങ്ങളിൽ അവർക്ക് തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമുണ്ട്. അവിടെ സ്റ്റേജിൽ ഈ പെൺകുട്ടിയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സീരിയൽ രംഗത്തേക്കുമൊക്കെ പെൺകുട്ടിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ TV.